ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പട്ടുപാവാട അടിക്കണം കേട്ടോ. ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോളേജിൽ ഇടാൻ ഒരു പട്ടുപാവാട അടിക്കുകയാണ്. അത് ധാവണയാക്കി കൊടുക്കണം കേട്ടോ. പട്ടുപാവാടയായിട്ട് ഇടുക, അല്ലാതെ ധാവണയായിട്ട് ചുറ്റുക, ആ ഒരു രീതിക്കാട്ടോ അടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഞൊറിയുണ്ട്, കാരണം സാരീൻ്റെ തുണി കൊണ്ടാട്ടോ അടിച്ചത്. സാരി എടുത്തുകൊണ്ട് അടിച്ചേക്കാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ട് മടക്കട്ടോ. നമുക്ക് ലെങ്ത്ത് വേണ്ടത് 39ആണ്. അപ്പം 39.5 എടുത്തുകൊണ്ട് അത് വരച്ചിട്ട് വെട്ടിയെടുക്കട്ടോ. സാരിൻ്റെ രണ്ട് തലയ്ക്കും കര ഉണ്ടാവുമല്ലോ, അതിൽ ഒരു തലൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ആ ലെങ്ത്തിൽ. എന്നിട്ട് നമ്മൾ മുന്താണിയില്ലേ രണ്ട് സൈഡിലും അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മുന്താണി അതാണ് നമ്മൾ ബ്ലൗസിന് കൊടുക്കുന്നത്. ബ്ലൗസല്ല, സാധാ ഒരു പട്ടുപാവാടൻ്റെ കുപ്പായം മരിക്കാട്ടോ അടിക്കുന്നത്. അപ്പം നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഒരു 18 മതി. അപ്പോൾ ഒരു 18.5 എടുക്കുക തുന്നൽ തുമ്പിന്. നമുക്ക് കഴുത്തിൻ്റെ അളവ് നോക്കട്ടോ. അപ്പം നമ്മൾ കഴുത്ത് എടുക്കുകയാണ്. ഇങ്ങോട്ടൊരു 3 എടുക്കുക. ഈ ഭാഗത്തേക്ക് വിടുത്തിന് ലെങ്ത്ത് ഒരു 2.5 മതി കേട്ടോ. നമ്മൾ വല്ലാതെ ഷാൾ ഇടുമ്പം കഴുത്ത് കാണാത്ത രീതിക്ക് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു 2.5 എടുത്തു കേട്ടോ. 2.5 എടുക്കുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക കേട്ടോ. ബാക്കിൽ 1 കൊടുക്കണുള്ളൂ കേട്ടോ. ബാക്കത്തെ കഴുത്തിന് 1 കൊടുക്കണുള്ളൂ. നമുക്ക് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് നമുക്കിനി ഷോൾഡർ അടയാളപ്പെടുത്തട്ടോ. അപ്പം ഷോൾഡർ ഒരു 4.5 ആട്ടോ കൊടുക്കുന്നത്. 4.5യിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ആം ഹോളിനില്ല ലെങ്ത്തും പാടെ അടയാളപ്പെടുത്തട്ടോ. ആം ഹോളിന് ഞാനൊരു 7, 7.5, 8 ആട്ടോ കൊടുക്കുന്നത്. 8 കൊടുത്തു. എന്നിട്ട് അതും അടയാളപ്പെടുത്തുക. പിന്നെ നമ്മൾ ഷേപ്പൊന്നും നോക്കണില്ല കേട്ടോ, കാരണം അത് നമ്മൾ അടയാളപ്പെടുത്തില്ല. അടിക്കുമ്പം ഒന്ന് ജസ്റ്റ് നമ്മൾ അളവിനുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ ആ അളവിന് അടിക്കുക കേട്ടോ ഷേപ്പ്. ഇപ്പം നമ്മൾ ഫ്രീ ആയിക്കാണ്ടാണ് അടിക്കണത്, ലെങ്ത്ത് കൊടുക്കാതെ എന്നിട്ട് അടിക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ അടിക്കണത് പാവാടയാണ്, പട്ടുപാവാടയാട്ടോ അടിക്കണത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് അടിക്കണതെന്ന് നോക്കാം. ഞാൻ പട്ടുപാവാട എന്താ ചെയ്തത് ചോദിച്ചാൽ, ആ ബാക്കിയില്ലേ നല്ല ഫ്രില്ലിൽ വരുന്നുണ്ട്, കാരണം സാരിയല്ലേ. അപ്പം നല്ല ഫ്രില്ലിട്ട് കൊടുക്കാറുണ്ട്, നല്ല ഞൊറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരൻ്റെ അളവില്ലേ അതെടുത്തിട്ട് നമ്മളിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തു കേട്ടോ. 2 തലഭാഗത്തും ഒരു 3 ഇഞ്ചോ 2.5 ഇഞ്ചൊക്കെ ആയിട്ട് വിടണം. നമുക്ക് മടക്കിയാണ്, ഓപ്പൺ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കൊളുത്ത് കൊടുക്കാൻ. അതിന് നമ്മൾ ഇതേപോലെ ഞൊറിഞ്ഞു കൊടുക്കട്ടെ. ഞൊറിഞ്ഞുകാണ്ട് ഞാൻ നല്ല അയൺ ചെയ്തുകൊണ്ട് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അടിക്കട്ടോ. പിന്നെ ആ മുട്ട് സൂചി ഊരിങ്ങാണ്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 32ആണ് അരൻ്റെ അളവ്. അപ്പം ഞാൻ ഇതിങ്ങനെ ആ ഞൊറി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തലഭാഗം കുറച്ച് വിടണം കേട്ടോ, ഞൊറി ഇല്ലാതെ. അപ്പോൾ ആ ഞൊറി ഞാൻ എത്ര എടുത്തതെന്ന് ചോദിച്ചാൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ബാക്കിക്ക് 3 സെൻറ്റിമീറ്റർ ബാക്കിക്ക് മടക്കുക. അപ്പം ഇങ്ങനെ ഈ ഞൊറി കിട്ടും കേട്ടോ. എൻ്റെ ഞൊറിൻ്റെ അളവ് 3 ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. പാവാട ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, പാവാടൻ്റെ തലഭാഗത്ത് ഒരു പട്ട വെക്കൂലേ, അതാട്ടോ നമ്മൾ കട്ട് ചെയ്ത് ഇട്ടില്ലേ ഫസ്റ്റ് പാവാടൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തില്ലേ, അതിൻ്റെ കരഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടോ. അതേ അളവിന് 32, ഒരു 34 എടുത്തിക്കണേ ഞാൻ, കാരണം അരൻ്റെ അളവ് 32ആണ്. അപ്പോൾ 34 എടുത്തിക്കണ്, കാരണം കുറച്ചിങ്ങനെ മടക്കിങ്ങാണ്ട് തലഭാഗത്ത് വെക്കാൻ. അപ്പം പാവാടൻ്റെ 2 അതൊരു 4 അളവ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ മടക്കി അടിക്കട്ടോ. 2 ഭാഗത്തും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കട്ടോ. 2 ഭാഗവും ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സാരിമെന്ന് ആകെ 2 തലഭാഗത്തും ഇങ്ങനെ കര വരൂലേ, ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് സ്ലീവിനും കൊടുത്തു, ഒന്ന് കുപ്പായത്തിൻ്റെ ഫ്രണ്ടും ബാക്കിനും കൊടുത്തു. ബാക്കി ഫുള്ള് ഇങ്ങനെ ഞൊറി കൊടുത്തേക്കാണ്. പാവാടക്ക് ഞൊറി കൊടുത്ത് അതാണ് കണ്ടോ. ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ടോ. 2 ഭാഗവും ഇതേപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പട്ട മുകളിൽ വെച്ച് കൊടുക്കുക, അനുസരിച്ചെടുക്കുക. അതാണ് ഞാൻ അതിൻ്റെ അളവൊന്നും പറയുന്നത് കേട്ടോ. മിഡിൻ്റെ അപ്പം ഇനി നമ്മൾ പട്ട വെച്ച് കൊടുക്കുക കേട്ടോ. അത് കണ്ടോ, ഉൾവശമല്ലേ അടിച്ചിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം ഇപ്പുറത്തേക്ക് ആക്കിയായിട്ട്, നല്ല ഭാഗമായിട്ട് ഈ കാണുന്നത്
അത് ഇത്ര ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇനി നേരെ അടിച്ചു കൊടുക്കുക കേട്ടോ. ആ തല വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത്ര വെക്കണം കേട്ടോ, 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇപ്രഭാഗം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തലക്ക് ഒരു 2 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്രഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അത് നമ്മൾ ഇങ്ങനെ മടക്കാം കേട്ടോ. കണ്ടോ, വീഡിയോയിൽ കാണുന്ന മാതിരി മടക്കിയിട്ട് സെൻറ്റർ മടക്കിങ്ങാണ്ട് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് ഇത് നല്ല ഭാഗം കേട്ടോ. നല്ല ഭാഗത്തേക്ക് ഇതേപോലെ മടക്കി വെക്കുക. നമുക്ക് നല്ല ഇതിൽ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതവിടെ അതേപോലെ ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കും. നമുക്ക് ഇങ്ങനെ നേരെ മറ്റേത് അടിച്ച പോലെ ഇതേപോലെ അടിച്ചു കൊടുക്കട്ടോ ഫുള്ള്. അപ്പോൾ നമ്മളതിൻ്റെ പട്ട അടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്രഭാഗത്ത് ഇത്തിരി ഇല്ലേ, അത് ഇങ്ങനെ നേരെ മടക്കി കൊടുക്കുക. ആ ലൈനിന് കറക്റ്റാക്കിയിട്ട് ഇതേപോലെ മടക്കിയാണ്ട് ആ തലഭാഗം കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടോ. നമ്മളൊന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എഡ്ജ് പോർഷൻ ഇങ്ങനെ ഒരു പതിച്ചടിച്ചു കൊടുക്കട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ പതിച്ചുകൊണ്ട് ഒരു സ്ക്വയറിൽ അടിച്ചു കൊടുക്കുക. രണ്ട് ഭാഗവും അതേപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ഭാഗത്ത് നമ്മൾ കൊളുത്ത് വെക്കാനാണ്, അതാണ് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണില്ലേ, അത് നേരത്തെ ഭാഗം. അത് നമ്മൾ കൊളുത്ത് വെക്കാനുള്ളതാണ്. ഇതിന്മേ നമ്മൾ കൊളുത്തിൻ്റെ ആ സാധനം വെക്കണം, കൊളുത്താലേ. അപ്പോൾ അതാട്ടോ ഇത് അത്രക്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത. അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തിക്കണ്. ഇത് നമ്മൾ കണ്ടോ ഓപ്പൺ പോർഷൻ ഇല്ല, അതിൻ്റെ എൻഡിങ്ങിൽ നിന്ന് സൈഡ് മൂട്ടി കൊടുക്കുക കേട്ടോ. സൈഡ് ഫുള്ള് അടിവരെ മൂട്ടി കൊടുക്കുക. അപ്പം നമ്മളെ പണി കഴിഞ്ഞു കേട്ടോ. പട്ടുപാവാടൻ്റെ പണി കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടിക്കാനുള്ളത് ഇതിൻ്റെ കുപ്പായ കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെ അടിക്കണം നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പട്ടുപാവാട ഫുള്ളായിക്കണം. ഇനി ഇതിന് കൊളുത്തും പാട വെച്ചെടുത്താൽ മതി. അപ്പം നമ്മളെ പട്ടുപാവാടൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. സംഭവം സുഖം കേട്ടോ പട്ടുപാവാട അടിക്കാൻ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പ്ലീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തേച്ചുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ അതിൻ്റെ പാകത്തിന് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ അടിക്കുന്നത് കുപ്പായ കേട്ടോ. അത് നമ്മൾ നേരത്തെ വെട്ടി വെച്ച പീസില്ല, അതിന് ലൈനിങ് വെച്ചുകൊണ്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും അടിച്ചെടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ സാധാ അടിക്കണ പോലെ തന്നെ. അപ്പം വീഡിയോ വല്ലാത്ത ലെങ്ത് ആവണ്ടെന്ന് എഴുതിയിട്ട് അത് നമുക്ക് കുപ്പായ അടിക്കണത് നമുക്കറിയാമല്ലോ, അപ്പം അത് ഞാൻ വല്ലാതെ ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മൾ കുപ്പായം 2ഉം ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 പോർഷനും ഷോൾഡർ 2ഉം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് സ്ലീവിൻ്റെ പീസാട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ നമ്മൾ കൈ കൊടുക്കുന്ന ഭാഗമല്ലേ ഷോൾഡറിൽ ജോയിൻ ചെയ്യണേ, ആ ഭാഗത്ത് ആദ്യം ഒരു അടി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത് ഇങ്ങനെ നല്ല ഞൊറിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഞൊറിയായി വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അടിച്ചെടുക്കണത്. അപ്പോൾ ഇതാണ് നമ്മളെ പീസ്. അടിയിൽ ഇങ്ങനൊരു കരം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിക്കണത്, എന്നിട്ട് ആ നൂലിങ്ങനെ വലിച്ചങ്ങാണ്ട് നമുക്ക് ആവശ്യത്തിനില്ല ഞൊറിയാക്കി കൊടുക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഞൊറിയായി കിട്ടും. പഫ് സ്ലീവ് ആയിങ്ങാണ്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിത് വലിച്ചങ്ങാണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇല്ലേ അവിടെ കൂടുതലേക്കാറ് കേട്ടോ. പിന്നെ സെൻറ്ററിലാണ് കുറച്ച് കൂടുതലുണ്ടാകുക, അപ്പുറത്ത് ഇങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല. അങ്ങനെ ആക്കിയിട്ട് ലൈനിങ് വെച്ചുകൊണ്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കൈയിൻ്റെ അളവാട്ടോ. നമ്മൾ 9 ആട്ടോ എടുത്തിരിക്കുന്നത്. കൈ 9 ഉള്ളത്, മടക്കിങ്ങാണ്ട് കേട്ടോ 9. അപ്പം ഇനി നമ്മൾ ഞൊറിഞ്ഞിട്ട് എത്ര ഉണ്ട് നോക്കുക.
അപ്പോൾ കണ്ടോ ഞൊറിഞ്ഞ് വരുമ്പം അത് ആറാകും 6 12 കേട്ടോ ടോട്ടൽ. അത്ര മതി നമ്മളെ കയ്യിന്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഞൊറിഞ്ഞെടുത്ത് കൊടുത്തൊന്ന് അടിച്ചു കൊടുക്കുക. കാരണം ആ ഞൊറിവ് നീരാതെക്കാൻ വേണ്ടിയിട്ട് ഒരടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ്ങും പാടെ ഇതിന്മേ ജോയിൻ ചെയ്ത് കൊടുക്കുക. ലൈനിങ് അതേപോലെ കുറച്ച് വലിയ തുണിയല്ലേ, മറ്റേത് നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടാണല്ലോ നമുക്ക് 12 കിട്ടിയത്. അപ്പം അതേപോലെ ഇത് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കട്ടോ. നല്ല പഫായി ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കാട്ടുന്നത്. ഇനി ഈ കരഭാഗം നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിക്കാണ്ട് അതേപോലെ വെച്ചിട്ട് ഒരു തലക്കന്ന് അടിച്ചു കൊടുക്കുക, ഇപ്പുറഭാഗത്തുനിന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചിട്ട് നമ്മളൊന്ന് പതിച്ചും പാടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ കൈൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ കണ്ടോ ഇങ്ങനെ ഇക്കാരം നമ്മളിത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ചും പാടെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ കൈൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പീസ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ ആ സെൻറ്റർ പോർഷനില്ലേ കൈൻ്റെ അവിടെ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് വെച്ചിങ്ങാണ്ട് ഒരു തലക്കുന്ന് ആ തലക്കൊക്കെ അടിച്ചു കൊടുക്കുക. അതേപോലെ റിപ്പീറ്റ് ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ കൈൻ്റെ പണിയും കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്ലീവ്. ഇതെങ്ങനെ ഇക്കാരം. ഇനി നമുക്ക് നമ്മളെ അളവിന് നമ്മളെ അളവ് എത്രയാണെന്ന് വെച്ചെങ്കിൽ അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് സൈഡ് 2ഉം അടിച്ചു കൊടുക്കാം കേട്ടോ. അതും പാടെ അടിച്ചാൽ നമ്മളെ കുപ്പായത്തിൻ്റെ പണിയും കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്ന് അടി പട്ട മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. വല്ലാതെ വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയൊന്ന് മടക്കി അടിക്കാം. അത് നമ്മളിഷ്ടമാണ്. ഞാൻ ബാക്കിലൊരു സിബും പാടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സിബ് ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അപ്പുറം മറിച്ചിട്ടിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പട്ടുപാവാട. നല്ല ഞൊറിവൊക്കെ ഉണ്ട്, ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഞൊറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ പട്ടുപാവാടൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് നമ്മളെ കുപ്പായത്തിൻ്റെ ബാക്കാട്ടോ. ഞാൻ ഇങ്ങനെ സിബിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ ഒരു ബോ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്ലീവ്. ഇങ്ങനെ കുറച്ച് പഫായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.